ഇരട്ട പ്രേതം. ആ ഗ്രാമം ഒരു പ്രേതം കൈയടക്കിയിരുന്നു. അതുകാരണം ആ ഗ്രാമവാസികൾ അവരുടെ പ്രാണരക്ഷാർത്ഥം ഒരു പർവ്വതത്തിൽ താമസിക്കാൻ പോയി. ഈ ഗ്രാമം എന്റേതാണ്. ആരെല്ലാം ഈ ഗ്രാമത്തിൽ വരുന്നുവോ അവരെയെല്ലാം ഞാൻ കൊന്നുകളയും. നമ്മുടെ കയ്യിൽ കുറെ ധാന്യങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അതും തീർന്നല്ലോ. ഈ പ്രേതം ഇവിടെ നിന്ന് പോകുന്നുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മൾ എത്ര നേരം ഈ പ്രേതത്തെ പേടിച്ച് ഇവിടെ ഇരിക്കും? വിശന്ന് ചാകാനായിട്ട് നമ്മൾ കാത്തിരിക്കണോ? മതി, ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയില്ല. ഞാൻ പോയി ആ പ്രേതത്തെ കൊല്ലും. ഇല്ല റാം, ആ പ്രേതത്തിനടുത്ത് പോകുന്നത് ശരിയല്ല. അതിന് വളരെ ശക്തിയുണ്ട്. അതിനെ നേരിടാൻ നമ്മളെ കൊണ്ടാവില്ല. എന്നാൽ റാം ആരെയും ശ്രദ്ധിച്ചില്ല. അയാൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഗ്രാമവാസികളെല്ലാം അവനെ ബഹളമുണ്ടാക്കി പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ അങ്ങനെ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഹേ പ്രേതം, എവിടെയാണ് നീ? നീ വെളിയിൽ വാ, നിന്നെ ഞാൻ കൊല്ലും. നീ എന്നെ കൊല്ലുമോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം വിശന്നു ചാകും. ഈ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. മുത്തച്ഛ, നിങ്ങൾക്ക് ബോധം വന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? എനിക്ക് സുഖം തന്നെ. നമ്മളിപ്പോൾ ഈ പ്രേതത്തിന്റെ ഇരട്ട സഹോദരിയുടെ അടുക്കിലേക്ക് പോകണം. അവൾക്ക് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്താനാവൂ. എന്ത്? പക്ഷേ ഇതിന്റെ സഹോദരി നമ്മെ എന്തിനു സഹായിക്കണം? എന്തെന്നാൽ അവൾ ഒരു നല്ല പ്രേതമാണ്. അവൾ ആരെയും കൊല്ലുന്നില്ല. ഇനിയും താമസിക്കരുത്. ആ മലകൾ കടന്നാൽ അതിനപ്പുറത്തൊരു കാടില്ലേ, അവിടെയുണ്ട് അവൾ. പെട്ടെന്ന് പുറപ്പെടൂ, അവളെ ഇവിടെ കൊണ്ടുവരിക. വൃദ്ധന്റെ വാക്കുകൾ കേട്ട് രമേശ് ചില ഗ്രാമവാസികളോടൊപ്പം പ്രേതത്തെ വിളിക്കുവാനായി പോയി. അവളുടെ സഹോദരി അവരുടെ ഗ്രാമം കൈവശപ്പെടുത്തിയ വിവരം ധരിപ്പിച്ചു. ഇത് കേട്ട നല്ല പ്രേതത്തിന് വളരെ ദേഷ്യം തോന്നി. എന്റെ സഹോദരിയെ പോലുള്ള പ്രേതങ്ങൾ മൂലം ഞങ്ങൾ എല്ലാ പ്രേതങ്ങൾക്കും പേരുദോഷമുണ്ടാക്കുന്നു. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ വേഗം ഞങ്ങളോടൊപ്പം വരിക. ഞങ്ങൾ ഗ്രാമവാസികൾ വളരെ വിഷമത്തിലാണ്. ശരി, നടക്കൂ. എന്നിട്ട് അവർ ആ നല്ല പ്രേതത്തെ കുന്നുകളിലുണ്ടാക്കിയ അഭയസ്ഥാനത്ത് കൊണ്ടുവന്നു. നിങ്ങൾ ആരും ഭയപ്പെടാണ്ട. ഞാൻ എൻ്റെ സഹോദരിയുടെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങളെ എല്ലാവരെയും മോചിപ്പിച്ച് നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കും. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് പ്രേതമേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതെന്ത്? എന്റെ സഹോദരി വളരെ ശക്തിശാലിയും ക്രൂരയുമാണ്. എന്നെ തോൽപ്പിക്കാൻ അവൾക്ക് ഏതറ്റം വരെ പോകാൻ സാധിക്കും. ആർക്കും എതിരിടാൻ കഴിയാത്ത വിധം അവൾക്കൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവളോട് യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്നാലേ നമ്മൾ വിജയിക്കൂ. ആ, നിങ്ങൾ പറയൂ, എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ പ്രേതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്യും. പക്ഷേ എനിക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോഴാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്. ശരി. എന്നെ കല്ലെറിയാൻ ആർക്കാണ് ധൈര്യം കിട്ടിയത്? ഞാൻ തന്നെ. ഇപ്പോൾ കല്ലെറിയുക മാത്രമേ ചെയ്തുള്ളൂ. അഥവാ നീ ഈ ഗ്രാമം വിട്ടുപോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഞാൻ ഈ ഗ്രാമം വിട്ടു പോകുകയില്ല. ഈ ഗ്രാമം എന്റേതാണ്. അഥവാ നീ അത് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാൻ നിന്നെ കൊന്നുകളയും. ഓഹോ, അത് ശരി. അഥവാ നീ നിന്റെ വാശിയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. പിന്നീട് ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടം നടത്തി. അതിൽ നല്ല പ്രേതം ദുഷ്ടപ്രേതത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അതിനിടയിൽ ദുഷ്ടപ്രേതം നിലത്ത് വീണു.
ഈ അവസരത്തിൽ ദുഷ്ടപ്രേതം നല്ല പ്രേതത്തിന്റെ കണ്ണിൽ പൊടിയിട്ടു. അവളുടെ തലയ്ക്ക് കല്ലുകൊണ്ടെറിഞ്ഞു. എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ട് എന്തായി? ഹാ, ഹാ, വളരെ നല്ലത്. ഇവരെല്ലാം ഇവിടെ എന്തുകൊണ്ടാണ് വന്നത്? ഇവർക്കൊന്നും ജീവിക്കാൻ ആഗ്രഹമില്ലേ? എന്തു പറ്റി ഈ പ്രേതം? എന്തിനാണ് നിർത്തിയത് നിങ്ങൾ? ഈ പ്രേതത്തെ കൊല്ലുക. ഇത് എത്രയോ മാസങ്ങളായി ഞങ്ങളുടെ ജീവിതം കഷ്ടത്തിലാക്കിയിരിക്കുക. ഹാ, 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 അവളെ കൊല്ലൂ. അവളെ കൊല്ലൂ. എല്ലാവരും ചിന്താക്കുഴപ്പത്തിലായതുപോലെ തോന്നുന്നു. ഞാനത് നന്നായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ ഇതിനെ ചുട്ടുകരിച്ച് കൊന്നുകളയും. എന്തു പറ്റി? നിങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പറയുകയാണ്. ഇതിപ്പോൾ അബോധാവസ്ഥയിലാണ്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ എല്ലാവരും കൂടി കത്തിക്കൂ. ശരി പ്രേതമേ, നിങ്ങൾ ഞങ്ങളെ ഇതിൽ നിന്നും മോചിപ്പിച്ചു. നിങ്ങൾ വളരെ നല്ലതാണ്. പ്രേതമേ, ഈ പ്രേതത്തെ നിങ്ങൾ തന്നെ കത്തിച്ചുകൊള്ളുക. ശേഷം രമേശ് ദുഷ്ടപ്രേതത്തിനെ കത്തിച്ച് ചാമ്പലാക്കി. ആ സമയം നല്ല പ്രേതം അബോധാവസ്ഥയിൽ നിന്നും ഉണർന്നു. എന്താ ഈ ചെയ്യുന്നത്? നിങ്ങൾ തീയണയ്ക്കൂ. നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ നല്ല കാര്യം പ്രേതക്കുട്ടി. നിങ്ങൾ നല്ല തന്ത്രങ്ങൾ ഉപയോഗിച്ചു ഈ ദുഷ്ടപ്രേതത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ. അഥവാ നിങ്ങൾ അതിനെ വിടയാക്കി യുദ്ധം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഇതിനെ നശിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. അഥവാ നിങ്ങൾ എല്ലാവരും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തനിയെ ഇതിനെ നേരിടാൻ സാധിക്കില്ലായിരുന്നു. അതിനുശേഷം ഗ്രാമവാസികൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. നല്ല പ്രേതവും അവളുടെ വനത്തിലേക്ക് തിരികെ പോയി. ഹലോ ഫ്രണ്ട്സ്, കമന്റ് ഇട്ട് ഞങ്ങളോട് പറയൂ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന്. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.